എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് മണാലിയിൽ എത്തിച്ചേർന്നു. ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ മണാലിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ യാത്രയിൽ റോഡിന് ഇരുവശവും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു നദി ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മലകളും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ സമയത്ത് നദിയിലധികം വെള്ളമൊന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു നദി തന്നെയാണത്. മണാലിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബിയാസ് നദിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് മണാലിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വസിഷ്ഠ ടെമ്പിൾ കാണാനാണ്. ആ അമ്പലത്തിൽ നമുക്ക് സൾഫറസ് ഹോട്ട് സ്പ്രിംഗ് വാട്ടറുകൾ കാണാനായിട്ട് പറ്റും. അതായത് ചൂട് നീരുറവ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അമ്പലമാണ് ഈ വസിഷ്ഠ ടെമ്പിൾ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യം കേൾക്കാം. വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടന്നിട്ട് വേണം ആ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ പോകുന്ന സൈഡിൽ രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരാണ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വസ്തുക്കൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കോട്ടും സ്വെറ്ററും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലൊരു ചേച്ചി അവിടെ ഒരു ഇത് നെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഷോക്സ്, അങ്ങനെയുള്ള ചെറിയ ഷൂസ്, അങ്ങനത്തെ ഇതൊക്കെ അവർ നെയ്തിട്ട് ചെറിയ ബനിയനൊക്കെ അവർ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കലാവിരുതുകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. നല്ല രസമായിട്ട് നെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല കല്ലൊക്കെ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ അമ്പലം 2-3 തട്ടുകളായിട്ടാണ്, 2-3 അമ്പലങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് താഴെ കാണുന്ന അമ്പലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിന് ശേഷം കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ അപ്പുറത്ത് വേറെ അമ്പലം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മുയലിനെ എടുത്തുകൊണ്ട് ഒരുപാട് പേര് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുയലിനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് സ്ത്രീകൾ ഇവിടെ അവരുടെ വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ മുയലിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മുയലിനെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ അമ്പലം സന്ദർശിക്കാൻ ചെന്ന സമയത്ത് ഒരുപാട് സന്ദർശകർ അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സന്ദർശകർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ അവരൊക്കെ പരിചയപ്പെട്ടു. മണാലിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങളും അതുപോലെ തന്നെ കുറേ മൊണാസ്ട്രികളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ഈ അമ്പലം പണിതിട്ടുള്ളത് കൂടുതലും മരം കൊണ്ടാണ്. വളരെ മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കൂടുതലും മരം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൊത്തുപണികളും മറ്റുള്ള കാര്യങ്ങളും തൂണുകളും കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത് മരം കൊണ്ടാണ്. അതൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. താഴെയുള്ള അമ്പലത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ മുകളിലുള്ളൊരു അമ്പലത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും ചെരുപ്പുകളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം, ഷൂസും ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വേണം അങ്ങോട്ട് മുകളിലേക്ക് കയറാനായിട്ട്. അവിടെ മുകളിലോട്ട് ഷൂസും ചെരുപ്പൊന്നും അനുവദനീയമല്ല. നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനുള്ളത്. നല്ല വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അങ്ങ് അകലെ അവിടെ അപ്പുറത്ത് മലനിരകളിൽ ഐസ് വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുകളിലുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ താഴെ വേറൊരു ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ ചൂട് നീരുറവയും മറ്റുള്ളതൊക്കെ കാണാനുള്ളത്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് പോകാം. ഞങ്ങൾ ആ ചൂട് നീരുറവ കാണാൻ ചെന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ആ കാണുന്ന ആ പൂളിൻ്റെ ഉള്ളിലാണ് ചൂട് നീരുറവയുള്ളത്. അപ്പോൾ ഒരുപാട് പേര് കൈയും കാലും കഴുകലും കുളിക്കലൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഇവിടെ കണ്ടൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ബീഡി വലിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും അവരെല്ലാം ബീഡിയൊക്കെ വലിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീ വസിഷ്ഠ ടെമ്പിളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് ഇവിടുത്തെ വളരെ പുരാതനമായിട്ടുള്ള ഹിഡിംബ ദേവി ടെമ്പിളാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഹിഡിംബ ദേവി ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് പേര് ഈ യാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.
ഇവിടുത്തെ ദൂഗ്രി പാർക്കിന് നടുവിലാണ് ഈ ഹിഡിംബ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ അമ്പലത്തിലേക്ക് നടക്കുന്നതിന് ചുറ്റുപുറമായിട്ട് ദേവദാരു മരങ്ങൾ നിറയെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ് ഈ ഹിഡിംബ ദേവി ക്ഷേത്രം. അങ്ങനെ വളരെ പുരാതനമായിട്ടുള്ള ഈ ദേവി ക്ഷേത്രത്തിൻ്റെ പടികൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടികൾ കയറി മുകളിലെത്തിയിട്ട് വേണം ആ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഹിന്ദു രാക്ഷസ ദേവതയായ ഹിഡിംബിക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഇതിഹാസത്തിലെ പഞ്ചപാണ്ഡവരിൽ ഭീമൻ്റെ പത്നിയാണ് ഹിഡിംബി. CE 1555 മഹാരാജ ബഹദൂർ സിംഗ് വിഭാവനം ചെയ്ത ഈ ക്ഷേത്രം ഒരു പുരാതന ഗുഹയ്ക്ക് ചുറ്റുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരുടെ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ അവർ അണിയിച്ചൊരുക്കുന്നുണ്ട്. അവിടുത്തെ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ് ഈ ഡ്രസ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് അതിന് ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോയ്ക്ക് 30 രൂപ വെച്ചിട്ടാണ് അവർ അവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. ഫോട്ടോഗ്രാഫർ അവിടെ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് കണ്ട ഈ യാക്കിൻ്റെ പുറത്തിരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മകനും ആ യാക്കിൻ്റെ പുറത്തിരുന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. മണാലിയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻസും ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും മണാലിയിലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.